കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ മഹാലക്ഷ്മിയെ ഗ്രഹത്തിൽ നിലനിർത്താൻ അല്ലെ മഹാലക്ഷ്മിയെ വിളയാടാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. മഹാലക്ഷ്മി എന്ന് പറയുന്നത് സമ്പത്ത്, ഐശ്വര്യം, സമൃദ്ധി, ഇല്ലയോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് സമ്പത്തുണ്ടെങ്കിലേ ഐശ്വര്യമുള്ളൂ. ചിലർക്ക് ഐശ്വര്യം വന്നാലും സമ്പത്ത് കാണത്തില്ല, അല്ലെ അഭിവൃദ്ധി കാണത്തില്ല. അപ്പം അതിനൊക്കെ നമ്മൾ പ്രതിവിധിയായിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മഹാലക്ഷ്മിയാണ് പ്രീതി, ലക്ഷ്മി പ്രീതി, അല്ലെ ലക്ഷ്മി നാരായണ പൂജ, ലക്ഷ്മി ഗണപതി ഹോമം, ഇങ്ങനെയൊക്കെയുള്ള ക്രിയകളൊക്കെയാണ് സ്വതവേ മിക്ക കർമ്മികളും നിർദ്ദേശിക്കാറ് പതിവ്. അപ്പം എല്ലാവർക്കും ഇങ്ങനെയുള്ള ചിലവ് കൂടിയ പൂജകളൊന്നും ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പം നമുക്ക് ലഘുവായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, മഹാലക്ഷ്മി നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറയാം, നമ്മുടെ വീട്ടിൽ നമ്മളൊരാളെ, ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നു. അപ്പം വരുന്ന ഗസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഥി, അല്ലേ? അതിഥി ദേവോ ഭവ നമ്മൾ പറയുന്നത്. വരുന്ന ഗസ്റ്റ് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്കൊത്ത, അദ്ദേഹത്തിൻ്റെ ഇംഗിതങ്ങൾക്കൊത്ത നമ്മൾ നിൽക്കാറ് പതിവ്, അല്ലെ നിൽക്കേണ്ട അങ്ങനെയൊക്കെയാണ്, അല്ലേ? അപ്പം നമുക്ക് ആ ഒരു ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിക്ക് തൃപ്തിയായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ വീട്ടിനെ ചിട്ടപ്പെടുത്തേണ്ടത്, നമ്മുടെ ആചരണങ്ങളെ ചിട്ടപ്പെടുത്തേണ്ടത്. നമ്മൾ അതിരാവിലെ നമ്മൾ സൂര്യൻ ഉദിക്കുമ്പം ഇതിന് മുമ്പായിട്ട് നമ്മൾ അടിച്ചു തുടച്ച് വൃത്തിയാക്കി വിളക്ക് കത്തിക്കണം എന്നുള്ള രീതിയാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്, വീടിൻ്റെ പ്രധാന വാതിലിന് മുമ്പിൽ ഒരു കാരണവശാലും ചെരുപ്പ് ഇടാൻ പാടില്ല. ചെരുപ്പം ജ്യേഷ്ഠാ ഭഗവതി, കാരണം പലവിധ എച്ചിലും പറ്റിലും പലവിധ വേസ്റ്റിലും ഒക്കെ നമ്മൾ ചവിട്ടുന്നതാണ് നമ്മുടെ ചെരുപ്പെന്ന് വെച്ചാൽ. ആ ചെരുപ്പ് ഒരു കാരണവശാലും വീടിൻ്റെ മുമ്പിൽ സൂക്ഷിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, അടുക്കളയുടെ വടക്ക് വശത്ത് അഴുക്ക് വെള്ളവും എച്ചിലും ഒരു കാരണവശാലും വലിച്ചെറിയരുത്. അടുക്കളയുടെ വടക്ക് വശത്ത് എച്ചിലും അഴുക്ക് വെള്ളവും ഒക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് ജ്യേഷ്ഠാഭവതിൽ ഇരിപ്പിടമായിട്ട് മാറും. പിന്നെ നമുക്ക് വീട്ടിൽ ജ്യേഷ്ഠാഭവതി ഇരിക്കുന്നിടത്ത് മഹാലക്ഷ്മി ഇരിക്കത്തില്ല. അത് ശ്രദ്ധിക്കുക. രാവിലെയും വൈകിട്ടും നിലവിളക്ക് കൊളുത്തുന്ന ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല. രാവിലെ കിഴക്കോട്ടുള്ള തിരിയും വൈകിട്ട് പടിഞ്ഞാട്ടുള്ള തിരിയും ആദ്യം തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ട് തെക്കോട്ട് നടക്കുകയോ തെക്കോട്ട് നോക്കുകയോ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അതുപോലെ പല്ല് തേച്ചുകൊണ്ട് നടക്കരുത്, പല്ല് തേച്ചുകൊണ്ട് ഇരിക്കാനും പാടില്ല. നിന്നുകൊണ്ട് പെട്ടെന്ന് പല്ല് തേക്കുക, പെട്ടെന്ന് തന്നെ പല്ല് തേച്ച് അവരുടെ ദിനേരിയ പൂർത്തിയാക്കുക. അതുപോലെ വലത് കാലിൻ്റെ മുകളിൽ ഇടതുകാലം വെച്ച് ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ നടക്കുമ്പോഴായാലും ഒരിടത്തേക്ക് കയറുമ്പോഴായാലും വലതുകാല് വെച്ച് വേണം നമ്മൾ കയറാനായിട്ട്, ഇടതുകാല് വെച്ച് കയറാൻ പാടില്ല. അതുപോലെ നമ്മൾ സ്ഥാപനങ്ങളിലായാലും ചെന്ന് തൂത്തുവാരി നമ്മൾ വെള്ളമൊക്കെ തിളച്ച് ശുദ്ധമാക്കിയ ശേഷം മാത്രമേ നമ്മൾ വിളക്ക് കൊളുത്താവൂ, ചന്ദനത്തിരി കൊളുത്താവൂ. ഒരു വീട്ടിൽ അശുദ്ധിയുള്ള സമയത്ത് വിളക്ക് കൊളുത്താൻ പാടില്ല. ഇനി ചില വെളുത്തുപോക്കുള്ള സങ്കല്പങ്ങൾ, വീട്ടിൽ വെച്ചാചരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ശുദ്ധമായിട്ടുള്ളവരോ പ്രായമായിട്ടുള്ളവരോ കുട്ടികളോ പുരുഷന്മാരോ ആരെങ്കിലും ശുദ്ധമായിട്ട് കുളിച്ച് ഈറിനോട് അല്ലെങ്കിൽ കുളിച്ച് കോടി വസ്ത്രം, അലക്ക് വസ്ത്രമൊക്കെ ധരിച്ച് വന്ന് വിളക്ക് കത്തിക്കാം. വിളക്കത്തിന് മുടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ മഹാലക്ഷ്മി നിലനിർത്താനായിട്ട് എന്നും നിത്യം പ്രാർത്ഥനകൾ വളരെ പ്രധാനമാണ്. പ്രാർത്ഥിക്കുന്ന ഗൃഹത്തിൽ, പ്രാർത്ഥിക്കുന്ന മനസ്സിൽ ഒരു കാരണവശാലും അവിടെ നെഗറ്റീവ്സോ അല്ലെങ്കിൽ ദുർബാധാദോഷങ്ങളോ ഒന്നും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നില്ല എന്ന് ചിലർ പറയാറുണ്ട്. അപ്പം ആ അവസ്ഥയിലൊക്കെ നമ്മൾ ചിന്തിക്കണം. അതുപോലെ ദോഷങ്ങൾ നമ്മുടെ ഭൂമിയിൽ വന്നിട്ടുണ്ട്. അത് നമ്മളെ, നമ്മുടെ കുടുംബത്തിനെയും ഒക്കെ ഹനിക്കുന്ന തരത്തിലുള്ള ദോഷങ്ങളാണ്. അതിന് പ്രാർത്ഥനകൾ നല്ലോണം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വന്നിരിക്കുന്ന ദോഷം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടുന്ന പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് പോകണം, രക്ഷപ്പെടണം. അതുപോലെ തന്നെ നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? സമ്പത്ത് വേണം. സമ്പത്തിൻ്റെ അതിദേവത മഹാലക്ഷ്മി നമ്മുടെ വീട്ടിൽ വിളയാടാൻ, കളിവിളയാടാൻ, ആ ഭഗവതിയുടെ അനുഗ്രഹം, ആ ഭഗവതിയുടെ കൃപ നമ്മുടെ വീട്ടിലുണ്ടാകാനായിട്ട് മഹാലക്ഷ്മി യന്ത്രം പോലുള്ള യന്ത്രങ്ങൾ ഈ ചാനലിൽ കണ്ടും ഒന്നും മേടിക്കരുത്. ഈ പല ഓൺലൈൻ ചാനലുകളിലും കൊടുക്കാനുണ്ട്. അതുപോലെ ഈ കടകളിലൊക്കെ, അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കടകളിലൊക്കെ വിൽക്കുന്നതാണ്. അതൊന്നും വാങ്ങിക്കരുത്. ഒരു യന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധകളിൽ നിന്നും, ഒരു നല്ല പൂജാരിയിൽ നിന്നും ഉണ്ടാവേണ്ടതാണ്. ആ പൂജാരിയിൽ നിന്നും മഹാലക്ഷ്മി യന്ത്രം വിധിപ്രകാരം എഴുതി പൂജ കഴിച്ച് നിങ്ങളുടെ പെരുന്നാളും മന്ത്രഗായത്രി കാര്യസാധ്യമൊക്കെ എഴുതി വെക്കുന്ന യന്ത്രം 100% നിങ്ങൾക്ക് ഫലപ്രാപ്തിയെ പ്രദാനം ചെയ്യുന്നതും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതുമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.